നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്ന് യോഗാ ദിനമാണ്, അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. നമുക്ക് കൊച്ചിയിൽ നിന്നൊരു റിപ്പോർട്ട് തത്സമയ അവതരണം ഇത് സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ലാഫിംഗ് യോഗയെക്കുറിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിൽ റെക്കോർഡിട്ട ആളാണ് സുനിൽ കുമാർ. കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ നിരവധി പേരെ ഇദ്ദേഹം ലാഫിംഗ് യോഗ പഠിപ്പിക്കുന്നു. അശ്വതി അവിടെ നിന്ന് ചേരുന്നുണ്ട്. അശ്വതി, ഈ ലാഫിംഗ് യോഗയെക്കുറിച്ചും അതുപോലെ അനിൽകുമാറിനെ കുറിച്ചും ഒക്കെ കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഫിജി, ഇദ്ദേഹം ലോക റെക്കോർഡുകളുള്ള ഒരു അധ്യാപകനാണ്. പ്രത്യേകിച്ച് ലാഫിംഗ് യോഗയിലാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡുകളുള്ളത്. ഈ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, നിരവധി ഇടങ്ങളിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ് ആണ് ഇത്. വളരെ രസകരമായ ഒരു ക്ലാസ് ആണ്. ലാഫിംഗ് യോഗ വളരെ കാലമായിട്ട് നമുക്ക് സുപരിചിതമാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. വളരെ രസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. ഹാപ്പി മോർണിംഗ്. ഓക്കെ, ഇത് ചിരിച്ചുകൊണ്ടുള്ളൊരു യോഗയാണ്. 107 രാജ്യങ്ങളിലായിട്ട് 15 കോടിയോളം രാവിലെ ചെയ്യുന്ന എക്സസൈസ് മുറയാണ്. ഫ്ലാറ്റുകൾ, പാർക്കുകൾ, പൊതുവായ ഗ്രൗണ്ടുകളിലൊക്കെ ചെയ്യുന്ന ഒരു എക്സസൈസ് രൂപമാണ്. 1995 ഡോക്ടർ മദൻ കടാരിയ MBBS ഡോക്ടറാണ് അദ്ദേഹം. പഞ്ചാബിയാണ്. അദ്ദേഹം തുടങ്ങി വെച്ച സംരംഭമാണ്. എല്ലാ ദിവസവും രാവിലെ 7:30 ഫ്രീ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ അംബാസിഡറും. എൻ്റെ പേര് സുനിൽ കുമാർ. ചിരിച്ചുകൊണ്ട് യോഗയുടെ അംബാസിഡറും. നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യുന്നതിലും ലോക റെക്കോർഡറാണ്. 2 ലോക റെക്കോർഡ് എൻ്റെ പേരിലായിരിക്കുന്നത്. 4 മണിക്കൂർ 1 മിനിറ്റ് 14 സെക്കൻഡ് കണ്ടിന്യൂസ് ആയി ചിരിക്കുകയും കണ്ടിന്യൂസ് ആയി ചിരിച്ചുകൊണ്ട് യോഗയും ചെയ്യുന്നതിൽ 2 ലോക റെക്കോർഡ് എൻ്റെ പേരിലായിരിക്കുന്നത്. സാധാരണ യോഗ ഉള്ളതുപോലെ തന്നെ വ്യത്യസ്തമായ ആസനങ്ങൾ ഇത് ഞാൻ കൂടുതലും നിന്നുകൊണ്ടാണ്. പിന്നെ നമ്മൾ ട്രെയിനിങ് പീരീഡിന്റെ സമയത്ത് വേണം കിടന്നുകൊണ്ടൊക്കെ ചെയ്യാറ്. അത് പൊതുവെ സ്ഥലങ്ങളിലാണല്ലോ ഇത് ചെയ്യുന്നത്. കിടന്നുകൊണ്ടുള്ള വ്യായാമങ്ങളും ഇതിലുണ്ട്. ഇത് സാധാരണ യോഗയും ഈ യോഗയും കൂടെ എന്താ വ്യത്യാസം വെച്ചാൽ, ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പൊട്ടിച്ചിരിക്കുക. അതായത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ചിരിച്ചുകൊണ്ട്. സാധാരണ യോഗ ഇപ്പൊ ഇത് യോഗയിൽ പർവ്വതാസനം എന്ന് പറയും. നന്നായി ശ്വാസം എടുത്ത് മുകളിലോട്ട് വരുന്ന സമയത്ത് ഇത് പർവ്വതാസനം പറയും. ഇത് തിരിച്ചു വരുമ്പോൾ നമ്മൾ യോഗയിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതിനകത്ത് ചിരിച്ചും കൊണ്ട് വരുമോ. ഇത് ഇപ്പൊ കൈ ഇങ്ങനെ മടക്കി ശ്വാസം എടുത്ത് വെച്ചു, താമരമൊട്ടുമാരി വന്നു, താമരമൊട്ട് വിരിയാൻ പോകുമ്പോൾ അപ്പോഴും ചിരിക്കും. ഔട്ടിങ് ചിരിച്ചും കൊണ്ട് നമ്മൾ എല്ലാ യോഗയിലെ എല്ലാ ബ്രീത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഔട്ടിങ് കൊണ്ട് ചിരിച്ചു. ഇപ്പൊ ഈ ലവിന്റെ മാതിരി ഇങ്ങനെ ചിഹ്നം കാണിച്ചിട്ട് നന്നായി ശ്വാസം എടുക്കും, തിരിച്ചു വരുമ്പോൾ ചിരിക്കും. അങ്ങനെ ഓരോ ലാഫിനും പലതരത്തിലുള്ള പേരുണ്ട്. തല മുതൽ കാല് വരെയുള്ള എല്ലാ വ്യായാമവും ചിരിയിലൂടെ കൊടുത്തിരിക്കണം. ഇത് നമുക്ക് 60 വയസ്സിന് മേലുള്ള ആൾക്കാർക്കൊക്കെ വളരെ എഫക്റ്റീവാണ്. പിന്നെ കൂടുതൽ ചെറിയ പിള്ളേർക്ക് എഫക്റ്റീവാണ്. സ്കൂളുകളിൽ 1 മിനിറ്റ് ലാഫ് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങുന്നത് ഇപ്പോൾ കണ്ണൂരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല സ്കൂളുകളിലും തുടങ്ങിയിട്ടുണ്ട്. അസംബ്ലിക്ക് ശേഷം 1 മിനിറ്റ് ലാഫ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ക്ലാസ് തുടങ്ങുന്നതായിട്ട്. ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ ഇത് പഠിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരാളുടെ എൻ്റെ പേര് സെബി കുണ്ടുകുളം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയിലൂടെ ബേസ് ചിരിയായിരിക്കും. ചിരിയിലൂടെ യോഗ അഭ്യസിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ ഒരു ഡി-അഡിക്ഷൻ സെൻ്ററിൻ്റെ PR ആണ്. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കാനായിട്ട് പറ്റുമോ എന്ന് അറിയിച്ചു വന്നതാണ്. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് 27-ാം തീയതി ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട്. താങ്കൾ ഇത് എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത്? വളരെയേറെ നമുക്ക് എപ്പോഴും ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഊർജ്ജം ഉണ്ടാകും. രാവിലെ തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ദിവസം മുഴുവൻ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അനുഭവപ്പെടാം പൂർണ്ണമായിട്ടും. ഓക്കെ, താങ്ക് യു. ഫിജി, ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ. അശ്വതി, ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അശ്വതി, എനിക്ക് വേണ്ടി ഒരു ചോദ്യം അനിൽകുമാറിനോട് ചോദിക്കാമോ? തീർച്ചയായും. അശ്വതി, അനിൽകുമാറിന് ചോദിക്കുക. എന്റെ കാര്യമാണ്. പല കാരണങ്ങൾ കൊണ്ട് ഈ ഉള്ളു തുറന്നു ചിരിക്കാനേ കഴിയുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാമോ? ഓക്കെ, നമ്മുടെ ആങ്കർ ഫിജി അദ്ദേഹം ചോദിച്ചാണ്, ഉള്ളു തുറന്ന് ചിരിക്കാനേ കഴിയുന്നില്ല, അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഇത് നമ്മളിത് ഒരു 20 ദിവസം മുതൽ 3 മാസം വരെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ചിരിക്കുന്ന ആളായി മാറും. അപ്പോൾ ഇത് ബ്രെയിൻ അറിയില്ല അത് റിയൽ ലാഫ് ഏതാ ഫേക്ക് ലാഫ് ഏതാന്ന് അറിയില്ല. ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത്. ജോക്സ് കുറെ കഴിയുമ്പോൾ തീർന്നു പോകും. കേട്ട ജോക്സ് വീണ്ടും കേട്ടാൽ ചിരിച്ചോളന്നില്ല. ജോക്സിനകത്ത് കണ്ടിന്യൂസ് ലാഫില്ല. 3 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയുള്ള ലാഫേ ഉള്ളൂ.
നമുക്ക് 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാഫാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കൈ നമ്മൾ ശക്തമായി അടിക്കും. ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഈ വിരൽ കാണാൻ പാടില്ല. ഇത് നമ്മളെ അക്യുപ്രഷർ പോയിന്റ്സ് ഉണരാനും നമ്മളെ എനർജി ലെവല് വർദ്ധിക്കാനും സഹായിക്കും. പിന്നെ ഓരോ ലാഫ് കഴിയുമ്പോഴും നമ്മൾ വെരി ഗുഡ് വെരി ഗുഡ് യേ വെരി ഗുഡ് യേ. അപ്പോൾ വെരി ഗുഡ് പറയുമ്പോൾ നമ്മളിലുള്ള നെഗറ്റിവിറ്റി പുറത്തേക്ക് പോവുകയും കൂടുതൽ പോസിറ്റിവിറ്റി നിറയും ചെയ്യും. നമ്മൾ ഏ എന്ന് പറയുമ്പോൾ ഒരു ലോട്ടറി അടിച്ചാൽ നമ്മൾ ഏ എന്ന് പറയും. ഒരു 6 അടിച്ചാൽ നമ്മളെന്ത് ഏ എന്ന് പറയും. ഒരു ഗോൾ അടിച്ചാൽ നമ്മൾ എന്താ പറയും ഏ. നമുക്ക് ലഭിച്ചാൽ എന്ത് പറയും ഏ. അപ്പം നമ്മൾ കാലുകൊണ്ട് ഉയർത്തി കൈ സ്ട്രെച്ച് ചെയ്താണ് ഏ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പുഷപ്പ് ചെയ്യുന്നതിന് തുല്യമാണേനും കാലുകളിലൂടെ ബോഡിയിലേക്ക് വേണ്ട ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാൻ നമ്മളെ സഹായിക്കും. ഇതിലെ ഗുണങ്ങൾ എന്താ വെച്ചാൽ ഒന്നാമത് സ്ട്രെസ് കുറയും, രോഗപ്രതിരോധശേഷി കൂടും, പിന്നെ നമ്മൾ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കും. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനും കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കും. പിന്നെ സൗന്ദര്യം വർദ്ധിക്കും. മാത്രമല്ല 10 വയസ്സിൽ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും 10 വയസ്സ് നമ്മളെ കാണുമ്പോൾ നമ്മളെ 10 വയസ്സ് കുറഞ്ഞു തോന്നിക്കാനും നമ്മളെ സഹായിക്കും. മാത്രമല്ല നമ്മളെ കൂടെ ഒരു എനർജി ഓറ ഉണ്ടാവും. ഈ എനർജി ഓറ ആളുകളിലേക്ക് ആകർഷിക്കാനും നമ്മളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ്. ഫിജി, ഒരു 10 വയസ്സ് കുറവ് ചോദിക്കണമെങ്കിൽ ഈ യോഗ, പ്രത്യേകിച്ച് ഈ ലോഫിംഗ് യോഗ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ചുറുചുറുക്കോടെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എപ്പോഴും വളരെ ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ട് നമുക്കൊരു ടെൻഷനൊന്നുമില്ല, അങ്ങനെയൊക്കെ അദ്ദേഹത്തോട് ഇടപഴകാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ക്ലാസ് ഇവിടെ തുടരുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ യോഗ വിശേഷത്തിൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട്, കൗതുകകരമായി കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഫിജി.